ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചതാണിത്. അത് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേഗം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ഇടാം. ഇത് സാധാരണ ചെറിയ ജീരകമാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഞാനിപ്പോൾ ഇതിലിടുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ഉള്ളി, അതായത് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് നുറുക്കിയതും, അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് ഒരു ഇഞ്ചിയും, ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഒഴിച്ച ആ ഒരു എണ്ണ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അത് ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിൽ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് പോരായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഞാൻ മല്ലിയിലയും കൂടി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് കുറച്ച് തണുത്തിട്ട് വരണം, എന്നാൽ മാത്രം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഈ മസാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് എത്ര സൈസാണോ വേണ്ടത് ആ രീതിയിൽ ഉരുളകളാക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാണ് ആക്കുന്നത്. അങ്ങനെ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ 4 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇത്രയും ബോണ്ടയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കുക. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് കടലപ്പൊടിയും ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിൽ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ബോണ്ടയിൽ ഉണ്ടാക്കുന്ന ആ രീതിയിലെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടും കട്ട കെട്ടാതെ നമ്മളിത് ബാറ്ററാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഇതിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടിയും പിന്നെ കടലപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ ബോണ്ട ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടി മാത്രം വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. അപ്പോൾ നിങ്ങൾക്കത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ബാറ്റർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഓരോ ഉരുള എടുക്കുക, എന്നിട്ട് ഇതിൽ നമുക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഇങ്ങനെ ഇടാം.
അപ്പോൾ ഒരു സമയത്ത് ഞാൻ 3 എണ്ണമാണ് ഒന്നിച്ചിട്ടുണ്ടാക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചു പോകും. അപ്പോൾ ഈ 3 എണ്ണം ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അധികം ഭയങ്കര കോട്ടിംഗ് ഒന്നും ആക്കാണ്ട് പാകത്തിനുള്ള കോട്ടിംഗ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് വിട്ടു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാണ്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററും അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബോണ്ടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ബോണ്ടയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇത് എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഇങ്ങനെ കൂടുതൽ എണ്ണയൊന്നും കുടിക്കൂല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് അധികം എണ്ണയൊന്നും പിടിക്കാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബോണ്ടയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.